നമ്മുടെ വിദ്യാഭ്യാസത്തിനെക്കുറിച്ചുള്ള ചെറിയൊരു ആശയം പങ്കുവെക്കാൻ വന്നതാണ്. അതിനകത്ത് ഇയാളുടെ അഭിപ്രായം ചോദിക്കാനുണ്ട്. ഇത് മാത്രമല്ല, ഇത് മുതിർന്ന ആൾക്കാർ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ സർക്കാർ അതൊന്നും ചെയ്തുകൊണ്ടിട്ടില്ല. ഇനി സാധാരണക്കാരായ നമ്മൾ തന്നെ പറയുമ്പം ചിലപ്പോൾ ഇനി അതിനൊരു നാണക്കേട് ഓർത്തെങ്കിലും സർക്കാർ ഇത് അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികൾക്ക് ഒരുപാട് ചിലപ്പോൾ പ്രയോജനം ചെയ്തേക്കും. അതിനെക്കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. നിങ്ങൾ ഈ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഈ കാൽനട യാത്രയായിട്ട് പോകുമ്പോഴേ റോഡ് ക്രോസ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണയില്ല, കുട്ടികൾക്ക് അറിയത്തില്ല. ചില സ്കൂളിൽ നിന്നൊക്കെ സാറുമാർ പറയും സൈഡിൽ കൂടെ പോകണം, വണ്ടി വരുന്നത് നോക്കിയിട്ട് റോഡ് ക്രോസ് ചെയ്യണമെന്നൊക്കെ പറയും. പക്ഷേ അതൊരു നിയമമായിട്ടുള്ള പറച്ചിലല്ല. അത് നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പറയുന്നതേ ഉള്ളൂ. പക്ഷേ അത് സബ്ജക്റ്റായിട്ട് എല്ലാ സ്കൂളുകളിലും അതൊരു സബ്ജക്റ്റായിട്ട് UP സ്കൂളിലും ഹൈസ്കൂളിലും ഒക്കെ ഒരു സബ്ജക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഗുണം ചെയ്യും. അത് ഭാവിയിൽ വളർന്നു വരുന്നതനുസരിച്ച് വണ്ടി ഓടിക്കണമെങ്കിൽ പോയാൽ ഇപ്പോഴത്തെ ഇതെന്ന് പറഞ്ഞാൽ 20-30 അല്ലെങ്കിൽ 60 ചോദ്യങ്ങളെങ്ങാണ്ടേ ഉള്ളൂ ഒരു ലേണേഴ്സ് ചോദിക്കുന്നത്. അത് കാണാപ്പാഠം പഠിച്ചു വെച്ചിട്ട് പോയി 20 ക്വസ്റ്റ്യനിൽ 20 ഉത്തരങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ ലേണേഴ്സ് പാസ്സായി വണ്ടി ഓടിച്ച് ലൈസൻസ് എടുക്കാം. പക്ഷേ ഇത് സ്കൂളിൽ നിന്നും പഠിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ റോഡിലെ ഗതാഗത നിയമങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങൾ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും. വലിയൊരു ഗുണമായിരിക്കും, ഉപകാരമായിരിക്കും. അതുമാത്രമല്ല, നമ്മളുടെ കേരളത്തിലെ നിരത്തുകളിൽ വണ്ടിക്കാർ തമ്മിലും കാൽനട യാത്രക്കാർ തമ്മിലും നാട്ടുകാർ തമ്മിലുമൊക്കെ മിക്കപ്പോഴും അടിയും വഴക്കങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് സർവ്വസാധാരണമാണ്. അത് ഇതിനെക്കുറിച്ച് നമ്മളെ ഗതാഗതത്തിനെക്കുറിച്ചുള്ള അറിവ് കുറവ് കൊണ്ടാണ് കൂടുതലും വണ്ടിക്കാരെയൊക്കെ അടിക്കാനുള്ള ചാൻസുകളൊക്കെ ഒരുപാട് ഉണ്ടാകുന്നത്. അതിനകത്തൊക്കെ ഒരുപാട് മാറ്റം വരും, അങ്ങനത്തുള്ള ഒരുപാട് ഗുണങ്ങളുണ്ടാകും. അപ്പോൾ ഒരു സബ്ജക്റ്റായിട്ട് വന്നിട്ട് നിങ്ങളെ സ്കൂളുകളിൽ ഇത് പഠിപ്പിച്ചൊരു പരീക്ഷയൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. എങ്ങനെയാണ് അഭിപ്രായം? ചെയ്യണം. നല്ല അഭിപ്രായം ഇല്ലേ? ഒരു ഇത് ഇപ്പം ബാക്കിയുള്ള വിഷയങ്ങളെ പോലൊക്കെ തന്നെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അതിനെക്കുറിച്ച് ഉറക്കമൊഴിഞ്ഞിരുന്ന് പഠിച്ച് നല്ല രീതിയിൽ ഉത്തരങ്ങളൊക്കെ പറയാനും പരീക്ഷ എഴുതാനും ഒക്കെ തയ്യാറാവുമോ നിങ്ങൾ കുട്ടികളൊക്കെ? ഇയാൾ തയ്യാറാവും. ബാക്കി ഇത്രയും ലക്ഷക്കണക്കിന് കുട്ടികൾ, കോടിക്കണക്കിന് കുട്ടികൾ കിടക്കുക. പക്ഷെ അവർക്ക് ഗുണം ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഇതൊരു വെറും ആശയം മാത്രമാണ്. ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സർക്കാർ വിചാരിക്കാവുന്നുണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റായിട്ട് സ്കൂളുകളിൽ വന്നിട്ട് കുട്ടികളെ UP സ്കൂളിൽ നിന്നോ ഹൈസ്കൂളിൽ നിന്നൊക്കെ ഇത് പഠിപ്പിച്ച് തുടങ്ങാമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. അശ്രദ്ധയായിട്ട് റോഡ് ക്രോസ് ചെയ്യുന്നതും വാഹനങ്ങൾ ഓടിക്കുന്നതിനകത്തും എല്ലാം മാറ്റങ്ങളുണ്ടായി. കുട്ടികൾ താഴെത്തട്ടിൽ നിന്ന് പഠിച്ചു വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. ഇതൊക്കെ മുതിർന്ന ആൾക്കാർ പറഞ്ഞ കേസുകെട്ടുകളാണ്. എങ്കിലും നമ്മളെപ്പോലുള്ള സാധാരണക്കാർ പറയുമ്പോഴെങ്കിലും ഇനി അറ്റത്തുള്ളവരും പറയാൻ തുടങ്ങി. അതുകൊണ്ട് നമുക്കൊരു സബ്ജക്റ്റ് ഉണ്ടാക്കി കുട്ടികളെ പഠിപ്പിക്കാനുള്ള മാർഗ്ഗം നോക്കാമെന്ന് സർക്കാരിന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് എത്രയും പെട്ടെന്ന് തയ്യാറാക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളുടെയും ജീവനും സ്വത്തിനും വിലയുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ പഠിക്കാൻ യോഗം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് അധികാരികളിലൊക്കെ എത്തുമെന്നൊന്നും അറിയാൻ പാടില്ല. എത്തിയാൽ നല്ലൊരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നു. കേൾക്കുന്ന നിങ്ങൾക്കും തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്തിക്കുക. നന്ദി, നമസ്കാരം. ഇല്ലേ? കൊള്ളാം ഇല്ലയോ? വിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവരട്ടെ ഇങ്ങനൊരു സംവിധാനം കൂടെ, ഇല്ലയോ? സബ്ജക്റ്റായിട്ട് വന്നില്ലെങ്കിലും ശരി, നമ്മുടെ ടീച്ചേഴ്സുമാർ അവരുടെ ഒരു സേവനം പോലെ മനസ്സ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഏറ്റവും ലാസ്റ്റ് പീരീഡിൽ ഒരു 10 മിനിറ്റ് ഇതിനെക്കുറിച്ച്, ഗതാഗത നിയമത്തിനെക്കുറിച്ചും കാൽനട യാത്രയെക്കുറിച്ചും ഒക്കെ കുട്ടികൾക്കൊരു ബോധവൽക്കരണം, ഒരു ടെസ്റ്റ് പേപ്പർ പോലൊക്കെ കൊടുത്ത് എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് വീതം ക്ലാസ് കൊടുക്കുകയെന്നുണ്ടെങ്കിലും വലിയൊരു ഉപകാരമായിരിക്കും. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് അങ്ങനെ സബ്ജക്റ്റ് കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ടീച്ചർമാരും അവരൊരു സേവനമായിട്ട് ഈ കുട്ടികളെയും കൂടി അങ്ങനൊരു പഠിപ്പിക്കാൻ, അവരുടെ ഒരു സേവനം എന്നുള്ള രീതിയിൽ പഠിപ്പിക്കാൻ തയ്യാറായാൽ അത്രയും നല്ലത്. ഓക്കെ, സന്തോഷം, നന്ദി, നമസ്കാരം.